നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉൽപ്പാദന മേഖല കുതിപ്പിലെന്ന് S&P ഗ്ലോബൽ. പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക 17 വർഷത്തെ ഉയരത്തിലെത്തി. റിപ്പോ നിരക്കിൽ ഉടൻ മാറ്റം വരുത്തില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഓഗസ്റ്റ് അവസാനം വരെ RBI കാത്തിരിക്കുമെന്ന് അനുമാനം. സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യയും ചൈനയും. ഇലക്ട്രോണിക് മേഖലയിലെ ചൈനീസ് നിക്ഷേപങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യത. $4,000 കോടി രൂപയുടെ IPO സമാഹരണം വെട്ടിക്കുറയ്ക്കാൻ JSW സിമന്റ്. സമാഹരിക്കുക 3,600 കോടി രൂപയെന്ന റിപ്പോർട്ട്. IPO അടുത്ത മാസം. സമ്പദ് വ്യവസ്ഥയുടെ ഭാവി പരിഗണിച്ചാണ് ധനനയ സമിതി തീരുമാനങ്ങളെന്ന് റിസർവ് ബാങ്ക്. ലക്ഷ്യം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കലെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്ര. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിലെ വാർത്തകളാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും ഓഹരി വിപണി ഇടിഞ്ഞു. സെൻസെക്സ് 721.08 പോയിന്റ് അഥവാ 0.88% ഇടിഞ്ഞ് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 81,963.09 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 225.10 പോയിന്റ് അഥവാ 0.9% ഇടിഞ്ഞ് 24,837 എന്ന നിലയിലെത്തി. സെൻസെക്സ് സ്ഥാപനങ്ങളിൽ ബജാജ് ഫിനാൻസ് ജൂൺ പാദത്തിലെ വരുമാന പ്രഖ്യാപനത്തിന് ശേഷം 4.73% ഇടിവ് രേഖപ്പെടുത്തി. പവർ ഗ്രിഡ്, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര, ബജാജ് ഫിൻസർവ്, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ്, NDPC, അദാനി പോർട്സ് എന്നിവയും പിന്നിലാണ്. സൺ ഫാർമ, ഭാരതി എയർടെൽ എന്നിവ നേട്ടമുണ്ടാക്കി. രാജ്യത്തെ ഉൽപ്പാദന മേഖല കുതിപ്പിലെന്ന് S&P ഗ്ലോബൽ. നിർമ്മാണ മേഖലയിലെ പർച്ചേസിംഗ് മാനേജേഴ്സ് സൂചിക 17 വർഷത്തെ ഉയരത്തിലെത്തി. മുന്നേറ്റത്തിന് കാരണമായത് ശക്തമായ ആഭ്യന്തര ആഗോളതലത്തിൽ കമ്പനികൾക്ക് ലഭിച്ച ഓർഡറുകളാണ്. വിദേശത്തു നിന്നുള്ള ഓർഡറുകളാണ് ഇതിൽ പ്രധാനം. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, പശ്ചിമേഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ ഓർഡറുകൾ ലഭിച്ചത്. ജൂലൈയിലെ HSBC ഫ്ലാഷ് ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഡേറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ജൂലൈയിൽ നിർമ്മാണ മേഖലയുടെ PMI 59.2 എന്ന നിലവാരത്തിലെത്തി. ജൂണിലെ 58.4 നിലവാരത്തിൽ നിന്നാണ് ഈ കുതിപ്പ്. ഭാവിയിൽ ഉൽപാദന സേവന മേഖലകളുടെ വികസനത്തിനൊപ്പം ആരോഗ്യകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കും. അതിനാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഇന്ത്യൻ കമ്പനികൾ ഉൽപാദന വളർച്ചയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയിലെ നിക്ഷേപവും നിർമ്മാണശേഷി ഉയർത്തിയതും കമ്പനികൾക്ക് ഗുണം ചെയ്തു. ചരക്ക് ഉൽപാദനം കഴിഞ്ഞ വർഷം ഏപ്രിലിന് ശേഷം അതിവേഗ വളർച്ചയിലാണെന്നും ഡേറ്റ കാണിക്കുന്നു. പുതിയ കയറ്റുമതി ഓർഡറുകളിലെ ശ്രദ്ധേയമായ വർധനവ് വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര സാഹചര്യങ്ങളും പ്രതീക്ഷ നൽകുന്നതാണ്. US താരിഫ് പ്രഖ്യാപനങ്ങളോടും നിർമ്മാണ മേഖല പൊരുത്തപ്പെട്ടു വരികയാണെന്നും HSBCയിലെ ചീഫ് ഇന്ത്യ എക്കണോമിസ്റ്റ് പ്രജ്വൽ ഭണ്ഡാരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ ഉടൻ മാറ്റം വരുത്തില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. സമ്പദ് വ്യവസ്ഥയുടെ മികച്ച വളർച്ചയും പണപ്പെരുപ്പം കുറഞ്ഞതുമാണ് കാരണം. ഓഗസ്റ്റ് അവസാനം വരെ RBI കാത്തിരിക്കുമെന്നാണ് അനുമാനം. ഡിസംബറോടെ മാത്രമേ നിരക്ക് കുറയാൻ സാധ്യതയുള്ളൂവെന്നാണ് റോയിറ്റേഴ്സ് സർവേ വിലയിരുത്തൽ. ആഗസ്റ്റ് 6-നാണ് അടുത്ത ധനനയ യോഗം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ അതിവേഗ വളർച്ചയാണ് സമ്പദ് വ്യവസ്ഥ കാഴ്ചവെച്ചത്. ഇത് ശക്തമായ സാമ്പത്തിക പ്രകടനത്തിന്റെ സൂചനയാണ്. കൂടാതെ കുറഞ്ഞ പണപ്പെരുപ്പവും നിരക്ക് കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നില്ല. അടുത്ത നിരക്ക് കുറയ്ക്കൽ ആഗസ്റ്റ് അവസാനത്തോടെ വരുന്ന സാമ്പത്തിക ഡേറ്റകളെ ആശ്രയിച്ചിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 57-ൽ 44ഓളം സാമ്പത്തിക വിദഗ്ധർ റിപ്പോ നിരക്ക് 5.50% നിലനിർത്തുമെന്നാണ് പ്രവചിച്ചത്. ജൂൺ ജൂലൈ സർവേകളിലും പങ്കെടുത്ത പകുതിയോളം പേർ വർഷാവസാനത്തേക്ക് പലിശ നിരക്കുണ്ടാവുമെന്നും വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് അവസാനത്തോടെ രാജ്യത്തിന്റെ വളർച്ചാ കണക്കുകൾ ലഭിക്കും. ഇത് വളർച്ചയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകും. അതിനാൽ റിസർവ് ബാങ്ക് കാത്തിരിക്കാം എന്ന നയം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ കനിക പാസ്രിച്ചയും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമ്പത്തിക സഹകരണത്തിന് ഇന്ത്യയും ചൈനയും. ഇലക്ട്രോണിക്സ് മേഖലയിലെ ചൈനീസ് നിക്ഷേപങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കാൻ സാധ്യത.
നിബന്ധനകൾക്ക് വിധേയമായി നിക്ഷേപ അവസരമൊരുക്കാനാണ് നീക്കം നടക്കുന്നത്. ഇന്ത്യൻ കമ്പനികളുമായുള്ള സംയുക്ത സംരംഭത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും തയ്യാറായാൽ ചൈനീസ് കമ്പനികളുടെ നിക്ഷേപങ്ങൾ അനുവദിക്കാനാണ് രാജ്യം ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഇലക്ട്രോണിക്സ് മേഖലയിലെ ആഗോള ഉൽപാദനശേഷിയുടെ 60% ചൈനയാണ് കൈവശം വെച്ചിരിക്കുന്നത്. ചൈനീസ് പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വ്യാവസായ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുമായും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഡിക്സൺ ടെക്നോളജി അടുത്ത കാലത്ത് 1-ലധികം ചൈനീസ് സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. കൂടാതെ ചൈനീസ് ടൂറിസ്റ്റ് വിസയിൽ സർക്കാർ നൽകിയ ഇളവും ഇന്ത്യ-ചൈന സഹകരണ സൂചനയാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ ഇന്ത്യൻ കമ്പനികളിൽ ചൈനീസ് നിക്ഷേപത്തിനു മുന്നോടിയായി ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ 24% വരെയുള്ള നിക്ഷേപങ്ങൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അനുവദിക്കണമെന്നാണ് നീതി ആയോഗ് നേരത്തെ ശുപാർശ ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 4000 കോടി രൂപയുടെ IPO സമാഹരണം വെട്ടിക്കുറയ്ക്കാൻ JSW സിമന്റ്സ്. സമാഹരിക്കുക 3600 കോടി രൂപയെന്ന് റിപ്പോർട്ട്. IPO അടുത്ത മാസം. രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ JSW സിമന്റ്സിന്റെ വിപണി പ്രവേശനം നിക്ഷേപകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. ഇതിനിടെയാണ് കമ്പനി ഫണ്ട് സമാഹരണത്തിൽ മാറ്റം വരുത്തുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. 2000 കോടി രൂപ വരെയുള്ള പുതിയ ഓഹരികളുടെ ഇഷ്യൂവും 2000 കോടി രൂപ വരെയുള്ള ഓഫർ ഫോർ സെയിലും ചേർന്നതാണ് IPO. ഇതിൽ 2000 കോടി രൂപയുടെ വീതം പുതു ഓഹരികളിലാണ് മാറ്റം വരുത്തുകയെന്നാണ് റിപ്പോർട്ട്. ഇത് 1600 കോടിയായി വെട്ടിച്ചുരുക്കും. 50% ഓഹരികൾ യോഗ്യതയുള്ള സ്ഥാപന നിക്ഷേപകർക്കായി വാങ്ങിവെച്ചിട്ടുണ്ട്. 15% ഓഹരികൾ സ്ഥാപനേതര നിക്ഷേപകർക്കായി നീക്കിവെച്ചിട്ടുണ്ട്. 35% ഓഹരികൾ റീറ്റെയിൽ നിക്ഷേപകർക്കാണ്. പുതിയ സിമന്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നതിനും കടം തിരിച്ചടയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള പണം IPOയിൽ നിന്ന് കണ്ടെത്തിയേക്കും. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ സിമന്റിന്റെ ആവശ്യം വളരെയധികം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സിമന്റ് മേഖലയുടെ വളർച്ചയിൽ ലക്ഷ്യം വയ്ക്കുന്ന റീറ്റെയിൽ നിക്ഷേപകരും ദീർഘകാല നിക്ഷേപകരും IPOയിൽ നോട്ടമിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പദ് വ്യവസ്ഥയുടെ ഭാവി പരിഗണിച്ചാണ് ധനനയ സമിതി തീരുമാനങ്ങളെന്ന് റിസർവ് ബാങ്ക്. ലക്ഷ്യം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കലെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്ത മാസം ആദ്യം പണനയ സമിതി പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ പ്രസ്താവന. പണപ്പെരുപ്പം ഉയരുകയോ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാവുകയോ ചെയ്താൽ വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന തരത്തിൽ നയനിലപാട് വഴക്കമുള്ളതായി നിലനിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിലസ്ഥിരത നിലനിർത്തുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗസ്റ്റ് അവസാനത്തോടെ സാമ്പത്തിക ഡാറ്റ റിപ്പോർട്ടുകൾ വരാനിരിക്കുകയാണ്. ജൂണിൽ നാണയപ്പെരുപ്പം 2.1% താഴ്ന്നത് പലിശ കുറയ്ക്കുന്നതിന് അനുകൂല സാഹചര്യമാണ്. എന്നാൽ ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങളും വിലസ്ഥിരതയിലെ ആശങ്കകളും ജാഗ്രത വേണമെന്നാണ് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരിക്ക് ശേഷം നടന്ന 3 ധനനയ അവലോകന യോഗങ്ങളിലായി റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് 1% കുറച്ചിരുന്നു. അതേസമയം സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ് UPI പേയ്മെന്റ് സംവിധാനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാര്യക്ഷമവും സാർവത്രികവുമായ ഒരു സംവിധാനം ആവശ്യമാണ്. ഇത് ഒരു പൊതു അടിസ്ഥാന സൗകര്യമായാണ് കണക്കാക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9210 രൂപയും പവന് 73680 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവുണ്ട്. ഗ്രാമിന് 37 രൂപ കുറഞ്ഞ് 7536 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 128 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇനി കേരള വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 240 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമായി. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം, കുന്നമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം, ചട്ടഞ്ചാൽ കുടുംബാരോഗ്യ കേന്ദ്രം, പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം, പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം, ബേഗൂർ കുടുംബാരോഗ്യ കേന്ദ്രം, ചാലിയം കുടുംബാരോഗ്യ കേന്ദ്രം എന്നീ ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് പുതുതായി NQAS അംഗീകാരം ലഭിച്ചത്. ഇതുകൂടാതെ 14 ആശുപത്രികൾക്ക് ദേശീയ ലക്ഷ്യ സർട്ടിഫിക്കേഷനും 5 ആശുപത്രികൾക്ക് ദേശീയ മുസ്കാൻ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്തെ 7 ജില്ലാ ആശുപത്രികൾ, 5 താലൂക്ക് ആശുപത്രികൾ, 12 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 46 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 160 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 10 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ NQAS അംഗീകാരം നേടിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. NQAS അംഗീകാരം ലഭിച്ചാൽ 3 വർഷത്തിന് ശേഷം ദേശീയ സംഘത്തിന്റെ പുനഃപരിശോധനയുണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. മാത്രമല്ല, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് 2 ലക്ഷം രൂപ വീതവും, ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് 18,000 രൂപ വീതവും, മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. മൈഫിൻ TV, തിരുവനന്തപുരം. നവംബറിൽ ആരംഭിക്കുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് പ്രസാദത്തിനു വേണ്ട നെയ്യ് നൽകുന്നതിനുള്ള അനുമതി മിൽമയ്ക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ് തീരുമാനം. സംസ്ഥാനത്ത് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കാവശ്യമുള്ള പാൽ, തൈര്, നെയ്യ്, വെണ്ണ തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും മിൽമയിൽ നിന്ന് വാങ്ങണമെന്ന് ദേവസ്വം വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതാധികാര അവലോകന സമിതി മിൽമ നെയ്യുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി. മിൽമ ഉദ്യോഗസ്ഥരുമായി ദേവസ്വം ബോർഡ് അധികൃതർ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മിൽമ സ്റ്റാളുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നുണ്ട്. മിൽമയുടെ തെക്കൻ മേഖലാ യൂണിറ്റിൽ നിന്നാണ് നെയ്യ് വിതരണം ചെയ്യുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷീരകർഷകരുടെ അഭിവൃദ്ധിയെ സഹായിക്കുന്നതാണ് ഈ തീരുമാനമെന്ന് മിൽമ ഭരണസമിതി അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം.